ഹൃദയം പറയുന്നു അവരെ കുറച്ച് ഡേർട്ട് നിറയ്ക്കാൻ പോവുകയാണ്. ഓ ചാക്ക് അതെ, ചാക്ക് നിറച്ചിട്ട് പുറത്തു കൊണ്ടുപോകും. നമുക്ക് ആ മെറ്റീരിയൽ എടുക്കാമല്ലോ. അതായത് ഈ പാറകളുടെ പാറ്റേൺ കണ്ട സ്വർണ്ണം ഉണ്ടോന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം കൊളൂരിയമാണ്. ഇതിനകത്ത് ജിയോളജി റിപ്പോർട്ട് പറയുന്നത് കൊളൂരിയത്തിലെ സ്വർണ്ണം ചർച്ച പറഞ്ഞ ഭാഗത്ത് ചെരുവിന്റെ അടിയിൽ അടിഞ്ഞുകൂടുന്ന കൊളൂരിയം കൊണ്ട് പറയുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മറ്റ് ദ്രാവിഡരും അവയുടെ ഉറവിടമായ പാറകളിൽ നിന്ന് വേർപെടുന്നു. ഇതെന്റെ യഥാർത്ഥ അക്കൗണ്ടല്ല, എന്നാലും നമ്മൾ ഇതിനകത്ത് തന്നെ കളിക്കാം. യഥാർത്ഥ അക്കൗണ്ട് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു എന്തൊരു ലാഗ് മിണ്ടായി. ഓ അങ്ങനെ അടിച്ചേ. വെളിച്ചത്തിലേക്ക് നമുക്ക് പോവാം. ഓ എനിക്ക് മേലുണ്ട്. ഓ ആ ഞാൻ എന്താ ചെയ്യാൻ പറ്റും? ഞാൻ എടുത്ത് ഞാൻ എന്റെ റൂമിൽ കൊണ്ട് വെച്ചിരുന്നേ അമ്മേ. നിനക്ക് ചവിട്ട് കിട്ടിയാൽ ഇതിനകത്ത് റെക്കോർഡ് മര്യാദകൾ വേണം കേട്ടിട്ടുണ്ട്. മണി 11 ഇവക്കടാ പറഞ്ഞത് എത്ര രൂപ കൊടുത്ത് മേടിച്ചിരുന്ന ഒരു സാധനം നോക്ക്. എടാ അവിടുന്ന് കൊണ്ടുപോകണത് എനിക്ക് ഞാൻ അങ്ങോട്ട് എനിക്ക് ഫോൺ തരത്തില്ലടാ. നീ മാച്ചാലും പഠിച്ചിട്ട് തീർന്നില്ലേ പഴയ പോലെ? കാണാൻ പറ്റുന്നില്ല. അതെ അതെ, വളരെ നേരത്തതാണല്ലേ. സാധാരണ നിങ്ങൾ ഈ മാലിന്യമുള്ള സ്വർണ്ണം എടുക്കാറുണ്ടോ? സാധാരണ ട്രീക്കുകളുണ്ടോ? എന്തൊരു ട്രീക്കിലേക്ക് പോകാം. ഹെഡ് കയറി ഹെഡ് കയറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ് കയറ്റിയിരിക്കും. നേരത്തെ ഒരു സൗണ്ട് കേട്ടത് അമ്മൂമ്മയുടെയാണ്. അവൻ ഈ വട്ടം അങ്ങ് വിട്ടുകൊടുത്താലോ? പാവം അങ്ങ് വിട്ടുകൊടുക്കാം അല്ലേ? ഒരു റൗണ്ട് വിട്ടുകൊടുക്കാം. ഒരു റൗണ്ട് ഒന്ന് അടിച്ചോട്ടെ. പാവമല്ലേ? അടിച്ചോട്ടെ. ചുമ്മാ ഞാൻ ഗ്ലൂകളൊക്കെ ഇട്ട് നിൽക്കത്തേ ഉള്ളൂ. അവനെ അടിച്ചു കൊടുക്കണം, ഈ കുഴപ്പമില്ല. ആ കണ്ടോ ഐസ്, അവനെ അടിച്ചിട്ട് അവ നിങ്ങളിപ്പോൾ വിചാരിച്ചാണല്ലേ എനിക്ക് M18 കൊണ്ട് കളിക്കാറുണ്ടെന്ന്. അവൻ ഒരു കളി വിട്ടുകൊടുത്താണ്. ഈ സീൻ എൻ്റെ കളി കാണിച്ചു തരാം.
മേറ്റി കൊണ്ടുള്ള കളിയൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ട് ഹെഡ് കയറ്റാൻ പാടായിരിക്കും. ഇത്രേ ഉള്ളൂ കളി കഴിഞ്ഞു. അടുത്ത ഒരു കളി കൂടെ കളിച്ച് കാണിച്ചു. അവൻ റിക്വസ്റ്റ് റീമാച്ച് കളിക്കുന്ന കേട്ടോ. ഇല്ല, അവൻ പോയി റീമാച്ച് കളിക്കത്തില്ല. എല്ലാം ഇപ്പം നമുക്ക് റീമാച്ച് കളിക്കാൻ റിക്വസ്റ്റ് ഇടാം, പക്ഷേ അവൻ കയറത്തില്ല. ഒന്നുകൂടെ കളിച്ചു നോക്കാം ഗൈസ്. ആ ഓക്കെ സെറ്റ്. പ്രോപ്പർട്ടിയുടെ തലങ്ങും വിലങ്ങുമുള്ള ക്രീക്കുകളുടെ അടിത്തട്ട് പരിശോധിക്കണം. 4 ക്രീക്കുകൾ ചേർന്ന് 12 മൈൽ പോകുന്നതിനാൽ അവർ ആദ്യം ഒരു ചെറിയ കൈവഴിക്ക് മുൻതൂക്കം കൊടുത്തു. അവിടെ മുൻപ് ഹെക്ടറിനും സാന്റോസിനും നേട്ടമുണ്ടായിട്ടുണ്ട്. ജിയോളജി പറഞ്ഞത് ഹാർഡ് റോക്കിൽ നിന്ന് വേർപെടുന്ന സ്വർണ്ണമാണ് ക്രീക്കിൽ ഉണ്ടാവുക. ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്ത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ പാർട്ട്ണറിന് മെച്ചമുണ്ടോ എന്ന് അറിയണം. അത് പ്ലാൻ ചെയ്യാമെന്നൊന്ന് ചോദിച്ചു നോക്ക്. ഇയാളൊന്ന് പ്ലാൻ ചെയ്തോട്ടെ. ഓക്കെ, താങ്ക്സ്. ഇതൊരു നല്ല സ്പോട്ടാണെന്ന് തോന്നുന്നു. മൈനിങ് നടന്നിട്ടില്ലാത്ത ഇവിടം ഒരുപാട് ഉപയോഗിക്കാത്ത സ്ഥലം കണ്ടെത്തുന്ന കാര്യത്തിൽ എല്ലാ ബോക്സുകളും ശരിക്കും ടിക്ക് ചെയ്യുന്നുണ്ട്. ടണലുകളും പഴയ അവശിഷ്ടങ്ങളും ഒക്കെയായി രസമുള്ള ഒരു ഏരിയ. എന്തോ ഉണ്ട് അല്ലേ? 2 ചെടികൾ, അതിലൊന്നുമില്ല. ഇവിടെ ഖനനം നടന്നിട്ടില്ലാത്ത ധാരാളം ഗ്രൗണ്ട് ഉണ്ട്. ഇത്തരം സാധ്യതകൾ തുറന്നു കിട്ടുന്നത് ആവേശകരമാണ്. ഞാൻ താഴ്വാരത്തിൽ ശ്രദ്ധിക്കുന്നു. കാരണം പഴയ പനിസ്ഥലങ്ങളുടെ മുകളിലാണ് നമ്മൾ. അയാൾ കൂടുതൽ വിവരങ്ങൾ തേടുകയാണ്. കാരണം ഇതുപോലെ സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കണം. രണ്ടടി കൊടുത്ത് നേരെ ഇതിലൂടെയോ ഇത് പണയാൻ കുറെ സമയം എടുത്ത് കാണും. വലിയ പരിശോധന തുടർന്നു. ആ പഴയ രീതിയിലല്ലേ? കുറച്ച് പൊടികളുണ്ട്, നോക്കൂ. അതെ, അത് നല്ല പ്ലാനായിരുന്നു. അതെ, നല്ല നേട്ടമുണ്ടാക്കാനുള്ള ഗ്രൗണ്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യാനായി നോക്കുന്നത്. യൂക്കോണിൽ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്ന അത്രയോ അതിൽ കൂടുതലോ മെച്ചമുണ്ടാക്കണം. അതെ, ശരിക്കും ധാരാളം മെറ്റീരിയൽ വേണം. 10,000 ഔൺസിൽ കുറഞ്ഞ പ്രോജക്റ്റുകളിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. അയാൾക്ക് എന്താ കിട്ടി? വളരെ വളരെ ചെറിയൊരു തരി. 6 മണിക്കൂറിന് ശേഷം ജനാൻകയിലെ പ്രധാന ക്രീക്കിന് മുകളിൽ ഡോക്ടർ ഓസ്വാൾഡോ ഇറങ്ങിപ്പോടാ. ഈ സ്പോട്ട് എന്നും വളരെ മികച്ച അവനെ തിരിച്ചോളാ. ഷോ ആണ് ഗൈസ്. അപ്പോ നമ്മളിത് എവിടെയാ? അവിടെ ഒന്നുണ്ട്. നേരത്തെ തരികളുടെ ഒരു കൂട്ടം സാരിയുണ്ട്. ഇവിടെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ചതി 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 വഞ്ചന. ചതി വഞ്ചന നമ്മൾ വെറുതെ വിടത്തില്ലേ? വഞ്ചന, ചതി, ചതി, വന്ദന, വഞ്ചന ഈസ് വഞ്ചന. എന്നാ എൻ്റെ ഫ്ലെയിം ത്രോവർ എങ്കിൽ ഫ്ലെയിം ത്രോവർ എന്നാ അവനെ അടിച്ചിട്ടേ ഉള്ളൂ ആ കാര്യം. ഒരാളോട് നമ്മൾ ദയ കാണിക്കരുത്. ദയ കാണിച്ചാൽ അവന്മാർ ഇങ്ങനെ കാണിക്കും നമ്മളോട്. കൊടുത്തല്ലേ പന്നല്ലേ. ചതിക്കുന്നോടാ. ചതിക്കുന്നവന്മാരെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഇടും കേസ്. ഇങ്ങോട്ട് ഇടും. അങ്ങനെ ഇങ്ങോട്ട് ഇട്ടോണ്ടിരിക്കും. അടുത്തതിന് ഇങ്ങോട്ട് ഇടും കേസ്. ഇങ്ങോട്ട് ഇടും. കാരണം ചതിക്കുന്നവന്മാരെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഇടും. ഞാൻ ചതിച്ചു അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇടും കേസ്. ചതിക്കുന്നവന്മാരെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഇട്ടാൽ പറ്റും. എങ്കിലും അയാൾ ശ്രദ്ധയാണെന്ന് തോന്നുന്നു. അയാളുടെ സ്ഥാനത്ത് ഞാൻ നല്ലൊരു ഓപ്ഷനില്ല. ഹെഡ് മൊത്തം ഹെഡ് തലയ്ക്ക് മാത്രം അടിച്ചു കയറ്റി വിട്ടു.
ഓ ഞാൻ വീണ്ടും ഇമോട്ട് അടിക്കാൻ മറന്നു ഗൈസ്. പറഞ്ഞാൽ പേടിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. എന്തായാലും AW കൊണ്ട് തന്നെ അവനെ തീർക്കും. നമ്മളെ വില്ലൻ്റെ ആണ് ഗൈസ് AW പടക്കം. അരിയൊക്കെ വയ്ക്കണം. ചിക്കർ വണ്ടി ഇട്ടപ്പോൾ അവന് ഡിസ്കവറിയാണ്. ഡിസ്കവറി ഇടുമ്പോൾ അവന് ചിക്കർ വണ്ടി കാണണം. നമ്മൾ 13,000 അടി ഉയരത്തിലുണ്ട്. നിങ്ങൾ ആ കളിക്കടിയിലൊന്നും പോയി തൊടണ്ടേ? പല റിസൾട്ട് ആയിരുന്നെങ്കിലും നമുക്ക് പോയി ഇന്ന് ചില കാര്യങ്ങളെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. അത് അല്ലേ? ഇവിടെ തുടർന്നോ എന്ന് പാർക്കർന്ന് തീരുമാനിച്ചേണ്ടി വരും. നിങ്ങൾ ഓക്കെ ആണോ? Oh no. Oh man. അയ്യോ നാശം പിടിക്കാൻ ഓരോ നിങ്ങൾ കള്ളിമുച്ചിരിയിൽ കൈവച്ചു. ഓ ദൈവമേ. ഓ നോ. എന്ത് പറയുന്നു? നമ്മുടെ വയസ്സിൻ ഫ്രണ്ട് ഡോക്ടർ റിപ്പോർട്ട് പ്രകാരം നല്ലതാണ് അല്ലേ? പേപ്പറിൽ ഇങ്ങോട്ട് ഇട്ടാ നമ്മൾ ഇങ്ങോട്ട് ഇവരോട്ട് വിട്ടു കൊടുത്താൽ എനിക്ക് ഇനിയും കളിക്കണം. അതിനായി നമ്മൾ വിട്ടു കൊടുക്കാം. പക്ഷേ ഫാനില്ല. പിന്നെ ഒരു ചെറിയ ഇവിടെ ധാരാളം സ്ഥലമുണ്ട്. എനിക്ക് ക്രിക്കറ്റ് കൂടുതൽ പരിശോധിക്കണം. ടെസ്റ്റ് ചെയ്യാൻ നല്ലൊരു സ്പോട്ട് കണ്ടെത്തുന്നു. ഇനി നമ്മൾ സ്വന്തമായി നീങ്ങാനുള്ള സമയമാണ്. ഞാൻ ടൗണിൽ പോയി നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരു ഞാൻ മനപ്പുറം വിട്ടു കൊടുത്താണ് കേട്ടോ. ചവിട്ടി പോലെ മറ്റു മൈൻഡ് അവന് ഇങ്ങോട്ടിട്ട് അവനെ ഇങ്ങോട്ടിട്ട് അവന് ഇങ്ങോട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇടാൻ പറ്റും കേസ്. തോക്കടാ ഏതെങ്കിലും തോക്കടാ. നീ ഏത് തോക്കെടുത്താലും നിന്നെ അതും കൊണ്ട് അടിക്കും. ഹെഡ്ഷോട്ട് അടിച്ചിട്ടോ ഹെഡ്ഷോട്ട്. തീരുമാനിച്ചത് നന്നായി. ഈ കുന്നുകൾ മുഴുവൻ പഴയ മൈനിങ്ങിന്റെ അടയാളങ്ങളാണ്. സമയത്തെങ്കിൽ എക്സമേറ്റ് നമുക്ക് അതൊന്നും കാര്യമില്ല. നമ്മൾ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചു. നമ്മൾ ശരിയായ സ്പോട്ടിലാണ്. ഇവിടെ പാർക്കറും ഡാനിയും ക്രീക്കിന്റെ 3 മൈൽ ഭാഗത്ത് സ്വർണം തിരിയുന്നത് തുടർന്നു. അതെ ശരിക്കും കൂൾ. എന്തുകൊണ്ടാണ് ഇൻകൻസ് വിയറിനെ പറ്റി ചിന്തിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. സാധ്യമല്ല. ഇതിൽ കുറെയൊക്കെ കേസുകൾ തന്നെയാണ്. സ്വർണം കിട്ടിയിരുന്ന പോർക്യൂപൈൻ ക്രീക്കിലെ മുകൾ ഭാഗം എന്റെ മുത്തച്ഛൻ ദുഃഖകരമായ ഞാനും ചത്തില്ല നീയും ചത്തില്ല. എടാ എന്റെ പൊന്ന് കിച്ചണിൽ നീ ഇവിടെ നിന്ന് മാറിയിക്കാമോ? എനിക്ക് നീ ഉണ്ടായിരിക്കും. നമ്മുടെ 1 എക്സമേറ്റ് വെച്ച് അവനെ അടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ 1 എക്സമേറ്റ് വെച്ച് അടിച്ചിരിക്കും. ഡബിൾ ഒന്നും വേണ്ട. സാൻഡ്രോസും ഹെക്ടറും മൈൻഡ് ചെയ്തിരുന്ന ഹെഡ്ഷോട്ട് നമുക്ക് കണ്ടെത്തേണ്ടത്. ക്ലാഷ് കോഡ് പോയാലോ. ഇതാണ് എൻ്റെ ഒറിജിനൽ അക്കൗണ്ട്. ഇതല്ല ഇതാണ് എനിക്ക് എൻ്റെ യഥാർത്ഥ അക്കൗണ്ട്. ഇതാണ് എൻ്റെ യഥാർത്ഥ അക്കൗണ്ട്. കണ്ടോ ഹീറോ കമ്പിൾ 6 കിട്ടുന്നുണ്ട്. ഇതാണ് എൻ്റെ യഥാർത്ഥ അക്കൗണ്ട്. എനിക്കുള്ള എല്ലാം സീൻ വിഷ് ലിസ്റ്റാണ്. ഞാൻ വിഷ് ലിസ്റ്റ് ഒന്നും ഇതൊക്കെ കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇത് ക്ലാസ് കോഡ് കളിച്ചിട്ട് ഇന്നത്തെ അതോടെ അവസാനിക്കുകയാണ്. ഇത് നാളെ വരാം. मम्मी रखेंगे नहीं.
എനിക്കൊരു ഹാൻഡായിട്ട് പണിയായിരുന്നു. ചേട്ടാ BR കളിക്കുക. BR ഒന്നും കളിക്കുന്ന സമയമില്ല. എനിക്കിപ്പോൾ CS കളിച്ചിട്ട് പെട്ടെന്ന് നിർത്താൻ. എന്തോ CS കളിക്കുന്ന എനിക്ക് പാക്കത്ത് തുണി പണിയാനായി ടൈലറും ഡിയേഗോയും 2 feet into 5 feet വുഡൻ സ്റ്റാൻഡിൽ നിന്നുള്ള എന്നാൽ ഈ സ്വരത്ത് ഹാൻഡായിട്ട് ആണെന്താ പോകുന്നതിന് മുമ്പ് അളവുകളെല്ലാം സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മുന്നോട്ട് വരേണ്ടി വരും. അതൊരു നീണ്ട ഡ്രൈവാണ്. അതെ. ഞങ്ങൾ ഒരുമിച്ച് കൂടുതൽ സമയം ചെലവാക്കും തോറും അറിവുകൾ പങ്കുവെക്കുകയാണ്. മൈനിങ് വളരെ രസകരമാണ്, എക്സൈറ്റിംഗ് ആണ്. ഞാൻ പറയാനുള്ള പോലെ ഇത് നായാട്ട് പോലെയാണ്. അയാളുടെ കയ്യിൽ 2 feet ഇല്ല. ആകെയുള്ളത് 1.5 feet. 1.8. അത് മനസ്സിലാകും. അതൊക്കെ വലിയ കാര്യമാണ്. പാർക്കറിന്റെ കയ്യിലൊരു സാധനങ്ങൾ കിട്ടി. ഇനി ഇത് മേടിക്കുന്നത് ആ വാങ്ങി ഇപ്പൊ ഇത് തരുമോ? തീർന്ന് എത്ര മണിയായെന്നാ ചോദിക്കുന്നത്? 11:30 എന്ന് പറഞ്ഞാൽ 11:30. ഇപ്പൊ തരാം. ഈ ലൈവ് ഇട്ടോണ്ടിരിക്കും. നീ ഒരു ലൈവ് ഇടണ്ട. പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് വല്ലതും കിട്ടും കേട്ടോ. ഇത്രയും നേരം ഞാൻ കൊണ്ട് തന്നെ ഞാനും ഇപ്പൊ കൊണ്ടുതരും. ഇന്നലെ കൂടിയില്ലാത്ത നിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ എടുക്കാമാരാണല്ലോ. അത് കൊള്ളാം. ഇവ ഹെഡ് മാത്രം അടിക്കുന്ന ഉദാൻ അപ്പൊ പെട്ടെന്ന് ഒറ്റയ്ക്ക് ചെയ്യാനാവും. പക്ഷേ ചേടാ ഇതെന്തോ കളിക്കുന്നോ നീ?